അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് വചനത്തിൽ ബാബയുടെ അടുക്കൽ എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ഇതാണ്. ചില പൂന്തോട്ടങ്ങളും ഉണ്ട്, ചില കൃഷിയിടങ്ങളും കാണപ്പെട്ടു. ബാബ അതിനിടയിലൂടെ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു, എന്തോ ചിലത് നോക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സമീപത്ത് പോയി ബാബയോട് പറഞ്ഞു, ബാബ, ഇന്ന് ഗുരുവാർ, അതായത് വ്യാഴാഴ്ചയാണ്, ഭോഗമായി വന്നിരിക്കുകയാണ്, എല്ലാവരുടെയും സ്നേഹസ്മരണകളുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു നിമിഷം ബാബ അത് കേട്ട് പുഞ്ചിരിച്ചു. ഞാൻ ചോദിച്ചു, ബാബ, പൂന്തോട്ടത്തിൽ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? വയലിൽ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി അമൃതവേള മുതൽ തന്നെ ചുറ്റി സഞ്ചരിക്കുവാനായി പുറപ്പെട്ടപ്പോൾ ബാബയുടെ മുന്നിൽ വെറൈറ്റി പ്രകാരത്തിലുള്ള കൃഷിയിടങ്ങൾ കാണപ്പെടുന്നുണ്ടായിരുന്നു. വാഴയും ഉണ്ടായിരുന്നു, മാവിൻ്റെ വൃക്ഷവും ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ചെടികൾ കൃഷിയിടത്തിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ബാബ, ഇതിൽ എന്ത് വിശേഷതയാണ് അങ്ങ് കാണുന്നത്? അപ്പോൾ ബാബ ആദ്യം എൻ്റെ നേർക്ക് നോക്കിയതിനു ശേഷം ബാബ പറഞ്ഞു, കുട്ടി നോക്കൂ, ലോകത്തിൽ ഏതെങ്കിലും കർഷകൻ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ വിത്ത് ഇടുകയാണെങ്കിൽ അതിൽ നിന്നും ആ പ്രകാരത്തിലുള്ള ഫലമാണ് വരുന്നത്. അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞു, ബാബ, അത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ബാബ സമീപത്തേക്ക് കൊണ്ടുപോയി കാണിച്ചു തന്നു. നോക്കൂ കുട്ടി, ഇത് വാഴയാണ്, ഇതിൽ വാഴപ്പഴം ഉണ്ടാകും. ഇത് മാവിൻ്റെ വൃക്ഷമാണ്. വേറെയും പല വൃക്ഷങ്ങളും ഉണ്ടായിരുന്നു, പലതരത്തിലുള്ളവ കാണപ്പെടുന്നുണ്ടായിരുന്നു. സപ്പോട്ടയുടേതും കാണപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി സൂക്ഷ്മതയോടെ നോക്കൂ, ഇതിൻ്റെ താഴെ, ഇതിന് ചുറ്റും വേറെയും എന്തെങ്കിലും കാണപ്പെടുന്നുണ്ടോ എന്ന് നോക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, കുറച്ച് ഇലകളുണ്ട്, ഏതിൻ്റെയൊക്കെയാണ് എന്ന് എനിക്കറിയില്ല, മനസ്സിലാകുന്നുമില്ല. അപ്പോൾ ബാബ വളരെ സ്നേഹത്തോടെ പിന്നെയും കൈ പിടിച്ചുകൊണ്ട് വദനത്തിലേക്ക് കൊണ്ടുപോയി. വദനത്തിൽ എത്തിച്ചേർന്നപ്പോൾ തൻ്റെ സ്ഥാനത്ത് വെച്ച് ബാബ പറഞ്ഞു, കുട്ടി, ഇന്ന് ഞാൻ അമൃതവേള മുതൽ കർഷകരായ സഹോദരങ്ങളെ ഓർമ്മിക്കുകയാണ്. സരള ബഹനാണോ എന്നെനിക്കറിയില്ല. ഞാൻ ഒരു സങ്കല്പവും നടത്താതെയിരുന്നു. എന്ത് സങ്കല്പിക്കുന്നുവോ അത് ബാബ പിടിച്ചെടുക്കുന്നു. ബാബ പറഞ്ഞു, കർഷകരായ സഹോദരന്മാർ ആരാണോ അവർ ഒരു വസ്തുവിൻ്റെ വിത്ത് ഇടുന്നു, അതിൻ്റെ ഒരേ തരത്തിലുള്ള ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ കുട്ടി ശ്രദ്ധിച്ച് നോക്കൂ, ഇതിനു ചുറ്റും ചെറിയ ചെറിയ പല സാധനങ്ങളുടെയും ചെടികളും ഫലങ്ങളും മുളച്ചു വരുന്നു. ആ ഇലകളെക്കുറിച്ച് എനിക്ക് അത്രയൊന്നും അറിയില്ല. പുളിയുള്ള ഇലകളാണ്. ഒരു ഗോതമ്പിൻ്റെ കൃഷിയിടം, അതിൽ ചീര മുളയ്ക്കുമോ? അതെ, അങ്ങനെയുള്ള ചില വസ്തുക്കൾ കാണുന്നുണ്ട്. അപ്പോൾ ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ബാബ സംഗമയുഗത്തിൽ കുട്ടികളുടെ ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ വിത്ത് പാകിയിട്ടുണ്ട്. ആ ജ്ഞാനത്തിൻ്റെ ബീജം വളരെ പവർഫുള്ളാണ്. ആ ജ്ഞാനം കേട്ട് കുട്ടികളുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വിശേഷത ഉണ്ടാകും. ചിലർക്ക് 2 വിശേഷതകൾ ഉണ്ടാകും. പവർഫുള്ളായ ജ്ഞാനത്തിൻ്റെ വിത്താണ് വിതയ്ക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ വിത്ത് അത്രയും പവർഫുള്ളാണെങ്കിൽ പതുക്കെ ജ്ഞാനയോഗം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല, അതിനോടൊപ്പം പല കാര്യങ്ങളുടെയും വിശേഷതകൾ ഓട്ടോമാറ്റിക്കലി വരാൻ തുടങ്ങുന്നു. അപ്പോൾ ബാബ ഈ സ്ഥൂലമായ രീതിയിലല്ല നോക്കുന്നത്. കുട്ടിക്ക് ബാബ കാണിച്ചു തന്നതാണ്. ബാബ കുട്ടികളിൽ അത്രയും ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ വിത്ത് പാകി. ആ വിത്തിൻ്റെ ഉൽപ്പത്തിയിലൂടെ പല പ്രകാരത്തിലുള്ള വിശേഷതകളും
കുട്ടികളിൽ ഉയർന്നു വരുന്നു. ബാബ കുട്ടികളിൽ ആ വിത്തിനെ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു, ബാബ, ഇന്ന് വളരെ നല്ലൊരു കാര്യമാണ് അങ്ങ് എമർജ് ചെയ്ത് കാണിച്ചു തന്നത്. എൻ്റെ ബ്രാഹ്മണരായ കുട്ടികളിലെ വിശേഷ പുരുഷാർത്ഥം എന്ന് പറയാം. ആ ബീജത്തിൻ്റെ, അതായത് ജ്ഞാനമാകുന്ന ബീജത്തിൻ്റെ ശക്തി എന്ന് പറയാം. കുട്ടികൾ പല പ്രകാരത്തിലുള്ള സങ്കല്പങ്ങൾ നടത്തുന്നു. എനിക്ക് ഇത് ചെയ്യണം, ഇത് പഠിക്കണം. അപ്പോൾ അവരിൽ ജ്ഞാനത്തിൻ്റെ ഒരു ബീജം ബാബ ഇട്ടു. എന്നാൽ അതിനോടൊപ്പം അനേകം വിശേഷതകളും ഓട്ടോമാറ്റിക്കലി കുട്ടികളിൽ വരുന്നു. എന്നാൽ ഓരോ കുട്ടിയുടെയും വിശേഷത അവരവരുടേതാണ് എന്നത് ബാബ കണ്ടു. പല കുട്ടികളും തങ്ങളുടെ വിശേഷതകളുടെ ആധാരത്തിലൂടെ ഒരു വളരെ വലിയൊരു വൃക്ഷവും അതിനു ചുറ്റും ചെറിയ ചെറിയ ചെടികളും തയ്യാറാക്കുന്നു. ഇതുപോലെ സ്ഥൂല രീതിയിൽ ബാബ കുട്ടിക്ക് കാണിച്ചു തന്നു. അതേപോലെ ബാബ പറഞ്ഞു, ഈ സംഗമയുഗത്തിലെ നിമിഷങ്ങളും ഇതേപോലെയാണ്. സമയം ഒരു രീതിയിൽ കടന്നു പോകുന്നു. കുട്ടികൾ സമയത്തെ മുന്നിൽ വച്ചുകൊണ്ട് ഒരു സമയത്ത് പല കാര്യങ്ങളും ചെയ്യുന്നു. ഇന്ന് ബാബയുടെ ചില അലകൾ കാണപ്പെടുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ഞാൻ കുട്ടിക്ക് ഉദാഹരണ സഹിതം കേൾപ്പിക്കാം. ബാബ പറഞ്ഞു, നോക്കൂ, ചില ബിസിനസ്സുകാരുണ്ട്. അവർ ഒരേ പ്രകാരത്തിലുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റു പ്രകാരത്തിലുള്ള ചിലരുമുണ്ട്. അവർ ഒന്നിൻ്റെ കൂടെ മറ്റൊന്നും ചെയ്യുവാൻ തുടങ്ങുന്നു. ഏതൊരു സർവീസാണോ ചെയ്യുന്നത്, ആ സർവീസ് 8 മണിക്കൂറോ 6 മണിക്കൂറോ ചെയ്യുന്നു. എന്നാൽ അതിനോടൊപ്പം മറ്റൊരു കാര്യത്തിന് വേണ്ടിയും അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നു. ഞാൻ രണ്ടാമതൊരു കാര്യം അല്ലെങ്കിൽ ജോലി കൂടി ചെയ്യണം എന്ന്. അപ്പോൾ ബാബ പറഞ്ഞു, ഇതാണ് ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ വിത്ത്. ഞാൻ പറഞ്ഞു, ബാബ, ഇത് വളരെ നല്ല ഗഹനമായ കാര്യമാണ്, ഗഹനമായ രഹസ്യമാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബയ്ക്ക് ഇന്ന് സഹോദരിമാരുടെയും സ്നേഹസ്മരണകൾ നൽകി. നമ്മുടെ ഹീര മാതാവിൻ്റെയും ഓർമ്മകൾ നൽകി. ബാബ ഹീര മാതാവിനെ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, ഈ ദൃശ്യങ്ങൾ എന്തുകൊണ്ടാണ് കാണിച്ചത്? ചെറിയ സഹോദരിമാരുടെ ഓർമ്മകളുമായാണല്ലോ വന്നിരിക്കുന്നത്. ഈ കുട്ടികളും അതേപോലെ തങ്ങളുടെ ഉള്ളിൽ വിത്ത് പാകിയിട്ടുണ്ട്. വിത്തിൻ്റെ ഫലത്തെ അഥവാ സേവനത്തിലൂടെ സേവനത്തിൻ്റെ ഫലത്തെ ഇത്രയും പവർഫുൾ ആക്കണം. ഞാൻ ഒരു സേവനം ചെയ്തു, 2 സേവനം ചെയ്തു, അത് പൂർത്തിയാക്കി എന്ന് ചിന്തിക്കുവാൻ പാടില്ല. ബാബ പറഞ്ഞു, എത്ര തന്നെ സംഗമയുഗത്തിൽ ഏത് പ്രകാരത്തിലുള്ള സേവനം ചെയ്താലും ആ സേവനത്തിൻ്റെ ഫലം ബാബയുടെ ഓർമ്മയുടെ അമൃത് അത് വളരെയധികം ശക്തി നൽകുന്നു. ഒരിക്കലും സ്വയം തന്നെ ദുർബലമാക്കരുത്. ഏതുപോലെ ജഡവൃക്ഷത്തിൽ ശക്തിയുണ്ട്. ഒരു വിത്ത് വിതച്ചാൽ എന്നെങ്കിലും അത് മുളച്ചു വരുന്നു. ബാബ പറഞ്ഞു, ചെറിയ സഹോദരിമാർ, ചെറിയ പുത്രിമാർ തൻ്റെ ജീവിതത്തിൽ വളരെ വലിയ കാര്യം ചെയ്യുന്നു. അപ്പോൾ മാത്രമേ ബാബയുടെ പ്രത്യക്ഷത സഹോദരിമാരായ നിങ്ങളിലൂടെ, കുട്ടികളിലൂടെ നടക്കുകയുള്ളൂ. അത് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. പിന്നെ ബാബയുടെ സമീപം ഹീരമാത ഇരിക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, നോക്കൂ, ഈ കുട്ടി അപ്രതീക്ഷിതം എന്നതിൻ്റെ പാഠത്തിൽ, അപ്രതീക്ഷിതം എന്നതിൻ്റെ കളിയിൽ എങ്ങനെയാണ് കടന്നു പോയത്? ബാബ പറഞ്ഞു, ഇതും ഒരു കഴിവായിരുന്നു. ബാബ മാതാക്കളുടെ മഹിമയും ചെയ്യുന്നു. ലോകത്തുള്ളവർ വിചാരിക്കുന്നു മാതാക്കൾ
വീടിനെ പരിപാലിക്കുന്നു, വീട്ടുജോലികൾ ചെയ്യുന്നു എന്ന്. എന്നാൽ ബാബ പറഞ്ഞു, വീട്ടിൽ ഒരു ജോലിയല്ല ഉള്ളത്, അനേകം കാര്യങ്ങൾ ഉണ്ട്. ആ അനേകം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ശക്തിയും അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ബാബ പറഞ്ഞു, ഈ കുട്ടി ബാബയുടെ വീട്ടിലും പരിധിയില്ലാത്ത വീട്ടിലും തൻ്റെ സേവനം ചെയ്ത് വളരെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കി. ബാബ പറഞ്ഞു, ആശീർവാദങ്ങൾ ശേഖരിച്ചു. ഏത് സേവനം ചെയ്തുവോ ആ സേവനത്തിനുള്ള റിട്ടേൺ ഈ കുട്ടിക്ക് അടുത്ത ജന്മത്തിൽ ലഭിക്കേണ്ടതുണ്ട്. ബാബ പറഞ്ഞു, ഇതും വളരെ നല്ല കാര്യമാണ്, സന്തോഷത്തിൻ്റെ കാര്യമാണ്. ഈ കുട്ടിക്ക് ഒരു പ്രകാരത്തിലുമുള്ള ബുദ്ധിമുട്ട് ഉണ്ടായില്ല. ബാബ പറയാറുണ്ടല്ലോ, അന്തമതി സോഗതി എന്ന്. ഇത് ഈ മാതാജി സന്ധ്യാസമയത്തെ യോഗം ചെയ്തു. തൻ്റെ ശരീരത്തെയും ഭക്ഷണം കഴിപ്പിച്ചു, സ്വയം തന്നെയും നിറഞ്ഞതാക്കി. ആത്മാവാകുന്ന പക്ഷി പറന്നുയരുകയും ചെയ്തു. ബാബ പറഞ്ഞു, ഇതിനെ ഏറ്റവും നല്ല പുരുഷാർത്ഥം എന്ന് പറയാം, ഏറ്റവും ഉയർന്ന ഭാഗ്യം എന്ന് പറയാം. ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹപൂർവം മാതാവിനെ ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, വളരെ സ്നേഹത്തോടെ യജ്ഞത്തിൽ സേവനം ചെയ്തു. സേവനത്തിൻ്റെ ഭാഗ്യം കുട്ടിക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നു. പിന്നെ മറ്റു പല ആത്മാക്കളുടെയും ഭോഗ് ആയിരുന്നു. അവരുടെയും ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. ബാബ എല്ലാവർക്കും വളരെ വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.